ക്ലാസ്സിൽ ഞാനല്ല പഠിപ്പിച്ചത്, ബിജു സാറാണ് പഠിപ്പിച്ചത്. പക്ഷെ പിന്നീട് തമ്പുരാനെ പഠിപ്പിച്ചു, ദൈവത്തിൽ നിന്ന് പഠിക്കണം, എങ്കിലും പഠിപ്പിക്കാൻ പറ്റും. നമുക്ക് പലരെയും അംഗീകരിക്കാൻ പറ്റും, പലരെയും അനുകരിക്കാം, പലരുടെയും ശൈലി നമുക്ക് കടമെടുക്കാം. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നത്, ഇതൊന്നും തെറ്റല്ല. പക്ഷെ ശരിയായ പാഠം ഉൾക്കൊള്ളേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ്. അവരിൽ നിന്ന് പഠിച്ച് ശുശ്രൂഷ ആരംഭിച്ചവരും അവസാനിപ്പിച്ചവരും ഒരിക്കലും തകർന്നു പോയിട്ടില്ല. ക്രിസ്തുവിൽ നിന്ന് പാഠഭേദം ഉൾക്കൊള്ളുന്നവർ ഒരിക്കലും തകരാനും പറ്റില്ല. പത്രോസിനെ പോലെയുള്ള ആളുകൾ എപ്പോഴും ഒരു ചടിലമായ നിലയിൽ യേശുവിന്റെ ശിഷ്യഗണങ്ങളിൽ ഇടപെടുന്നവരാണ്. ഞാൻ ഇന്നലെ വെടിവെച്ചോട് പ്രസംഗിച്ചപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എവിടെയോ ഇന്നലെ പകല് ഞാൻ അവരോട് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വാസ്തവത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പത്രോസിനെ കാണുമ്പോൾ എനിക്ക് വിജയിക്കും. നിങ്ങളെ എനിക്കറിഞ്ഞു ഒരു കോമഡി കഥാപാത്രമല്ല, നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇതുപോലെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, യേശുവിൽ നിന്ന് എപ്പോഴും തുറന്ന ശാസന സ്വീകരിച്ച ഒരു മനുഷ്യൻ. ശിഷ്യന്മാരുടെ മുമ്പിലൊക്കെ ആൾ വിളിക്കാൻ പുള്ളി പരമതി നമുക്കാണല്ലോ ഈ പ്രസിഡന്റിനെ അടുത്ത ആളാണെന്ന് കാണിക്കാനായിട്ടൊക്കെ ഇച്ചിരി തത്രപ്പെടുന്ന ആളുകളാണ്. നിങ്ങൾക്കൊക്കെ കൊള്ളുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ സഹിക്കാം. പ്രസിഡന്റ് വരുമ്പോൾ വായി പിടിക്കുക, പുള്ളിയുടെ കസേര തുടച്ചു കൊടുക്കുക, ഇതൊന്നും തെറ്റല്ല, ചെയ്യണം. അദ്ദേഹത്തെ ആദരിച്ച് ചെയ്യണം, ഇതൊക്കെ നല്ല കാര്യം തന്നെ. അങ്ങനെയൊക്കെ നമുക്ക് ഈ ശുശ്രൂഷയോട് പോകാൻ പറ്റും, ഒരു പ്രസ്ഥാനത്ത് നിലനിൽക്കാൻ പറ്റും. പക്ഷെ പത്രോസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. യേശുവിനോട് വലിയ ബന്ധം കാണിക്കും. കഥാ പബ്ലിക്കിൽ പറയണേ, ഞാൻ കൊല്ലപ്പെടാൻ പോവുക, ഞാൻ വിസ്തരിക്കപ്പെടും, ഞാൻ ക്രൂശിക്കപ്പെടും, ഞാൻ നിങ്ങളിൽ നിന്ന് അകലാൻ പോവാം. യേശു പിടിച്ച് മാറ്റി നിർത്തി ശാസിക്കുകയാണ്. യേശുവിനെ നിനക്ക് അങ്ങനൊന്നും ആവശ്യമില്ലാത്ത കാര്യമൊന്നും പോയിട്ട് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമൊന്നും കാണിക്കരുത്. കഥ പറഞ്ഞു, സാത്താൻ എന്നെ വിട്ട് പബ്ലിക്കിൽ നിന്നുകൊണ്ട് ഇങ്ങനെ യേശുവിന്റെ ശ്വാസം കഴിച്ചു മനുഷ്യൻ അറിയില്ല. അതെ, ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. പുള്ളിയുടെ ഏറ്റവും കോമഡിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പകലിൽ അങ്ങനെ നിങ്ങൾ അങ്ങനെ കാണുമെന്ന് ഞാൻ ക്ഷണിക്കല്ലോ. ഈ പടകില് യേശുവിന്റെ അരികിലേക്ക് നടന്നു വരുമ്പോ യേശു പടകിലുള്ള ശിഷ്യന്മാരെ പടക് വല്ലാത്ത നിലയിൽ ആടി കഴിഞ്ഞ് അവരിപ്പോ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഘട്ടം എത്തിയപ്പോ യേശു അവരിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ആർക്കും കത്തിയില്ല. ഈ വരുന്ന ഇവരെല്ലാം പറഞ്ഞത് ആരാണെന്ന് കറക്റ്റാ. ഒരുമാതിരിപ്പെട്ട പ്രസിദ്ധന്മാരെ എല്ലാം ശിഷ്യന്മാർ വിളിക്കുന്നത് വരുമ്പോ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടെന്നൊക്കെ പറയും. പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നത് ഇതല്ലേ ഒരുമാതിരിപ്പെട്ട സഹോദരൻ പറയുന്നത്. യേശുവിനെ കണ്ടപ്പോൾ ഇവർക്ക് വെളിപ്പെട്ടത് അത് തന്നെ. അവർ പറഞ്ഞു ഒരു ഭൂതം വരുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ആർക്കോ ഒരുത്തിന് കത്തി, ഭൂതമല്ല, നമ്മൾ ഉദ്ദേശിച്ചതല്ല, നമ്മുടെ ഡയറക്ടർ ഭൂതമാണ്, ഡയറക്ടറാണ്. ഇത് കണ്ടപ്പോ പത്രോസിന് ഒരു കൗതുകം, വെള്ളത്തിന് പുറത്തുള്ള നടന്നാലോ. ഞാൻ താഴെ വരുമ്പോൾ അത് വിശദീകരിക്കും. അപ്പൊ പത്രോസിന് കോമഡി കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിരുന്നു, ഭയങ്കര രസകരമായ കഥാപാത്രം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കും, യേശുവിന്റെ പ്രത്യേകത ആരെയും കൃത്യ സ്ഥാനത്ത് കൃത്യമായി തിരുത്തുന്നവരാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരിൽ നിന്ന് പഠിക്കാൻ, നമ്മളെ കുറച്ച് പൊക്കി പറയുന്ന ആളുകളിൽ നിന്ന്, ഇല്ലേ, നമ്മളെ കുറച്ച് സൂപ്പിടുന്ന ആളുകളിൽ നിന്ന്, നമ്മുടെ ശുശ്രൂഷ കൊള്ളാമെന്ന് പറയുന്ന ആളുകളിൽ നിന്ന്, പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴത്തേന് അഗ്നി വ്യാപരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് അവരോട് ഇഷ്ടപ്പെടാൻ നമുക്ക് ഇഷ്ടം. പക്ഷെ നമുക്ക് തിരുത്തുന്നവരെ ഇഷ്ടമല്ല. അതുപോലെ താങ്കൾ പറഞ്ഞത് തെറ്റായി പോയി, താങ്കൾ ചെയ്തത് ശരിയല്ല, പബ്ലിക്കിൽ എന്നെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തിരുത്തുന്ന ആളുകൾ നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ ശലമൻ എന്താ പറയുന്നത്, ശാസിക്കുന്നവനെ പിന്നീട് പ്രീതി കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നീട് എവിടെയെങ്കിലും നല്ല ഞെക്ക് കിട്ടുമ്പോൾ പഠിച്ചു വരും. അപ്പൊ പഠിക്കുമ്പോൾ ആരിൽ നിന്ന് പഠിക്കണം? ക്രിസ്തുവിൽ നിന്ന് പഠിക്കണം. ഇനിയുള്ളതാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എന്റെ സന്ദേശത്തിലേക്ക് പോയി ഞാൻ ഒരു പാഠത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാതെ യാതൊരുത്തിലൂടെ ശ്രദ്ധിക്കണേ. നമുക്ക് പഠിക്കണം. ശുശ്രൂഷകന്മാരെന്ന നിലയിൽ, ദൈവദാസന്മാരെന്ന നിലയിൽ, ദൈവദാസന്മാരെന്ന നിലയിൽ നിങ്ങൾ പഠിക്കണം. സഹോദരിമാർ വിചാരിച്ചു നിങ്ങളെ ഉൾപ്പെടുന്ന ഞാൻ പ്രസംഗിക്കും. ദേവദാസന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുഴപ്പമില്ല, അച്ഛനെ പ്രസംഗിക്കുള്ളൂ, ഞാൻ പാട്ട് തുടങ്ങി കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ. പക്ഷെ അങ്ങനെയല്ല. ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും മഹത്തായ വിജയം കൂടെ തന്നിടത്തോട് നിൽക്കുന്ന ഭാര്യയാണ്. ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ സക്സസ്, മഹത്തായ നിലയിൽ ശുശ്രൂഷ ചെയ്ത പല ആളുകൾ തകർന്നു പോയതിന്റെ പിന്നിലെ രഹസ്യം തന്നെ ഹാർമണി അല്ലാത്ത ഒരു കുടുംബജീവിതമാണ്. എന്താണ് അത് വിശദീകരിക്കും.
ഒരു ശുശ്രൂഷകന്റെ കൂടെ എങ്ങനെ നിൽക്കണമെന്ന് നിങ്ങൾ പഠിക്കണം. ഇതിനകത്തിരിക്കുന്ന ദൈവദാസിമാരായ ആളുകൾ ഒരുപക്ഷെ 80% ആളുകൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചു വരുന്നതായിരിക്കണമെന്നില്ല, ശുശ്രൂഷ നന്നായി പഠിച്ചു വരുന്നതായിരിക്കണമെന്നില്ല. നിങ്ങൾക്കും ശ്രമിച്ചാൽ ആരിൽ നിന്ന് പഠിക്കാം? യേശുവിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. പഠിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഞാൻ ഒരു സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ സഭകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത് എന്റെ ഓഫീസ് ഞാനാണ് ചെയ്യുന്നത്. അവിടെ ഞങ്ങളുടെ ഒരു സഭയിലെ ശുശ്രൂഷകന്റെ പരാതിയുമായിട്ട് അവിടുത്തെ സഭയിലെ ആളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ സാറ് എങ്ങനെയും ആ പാസ്റ്ററെ സഹിക്കാം, ഒരു വർഷം കൂടെ അങ്ങേരുന്നുണ്ട്, പക്ഷേ പറയാൻ പറ്റുമോ? അതുകൊണ്ട് സഹോദരന്മാർ ഓർക്കാൻ, നിങ്ങളുടെയും ഇടപെടലിനകത്ത് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകന് വിജയിക്കാൻ പറ്റും. അദ്ദേഹം വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കുന്നതും ആണ് ആ ശുശ്രൂഷയുടെ വിജയം. അതെ, എന്റെ പ്രസംഗത്തിന് ഏറ്റവും വലിയ ആസ്വാദികാരാന്ന് ചോദിച്ചാൽ എന്റെ ഭാര്യയാണ്. പുള്ളിക്കാരി ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കുന്നത് വല്ലാതെ ഞാൻ ചുമ്മാ പറയുന്നതൊക്കെ ചുമ്മാ ഇരുന്നിരിക്കുന്നതാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. എനിക്കറിയാം, ഞാനൊരു ചെറിയ ദൂന്ന് പറഞ്ഞാൽ അതെനിക്ക് ആത്മാവിൽ ആരാധിക്കുന്നതാണ്. ചില ആളുകൾ ശുശ്രൂഷിക്കുമ്പോൾ ഭാര്യമാരിൽ വാ വിളിച്ചിരുന്ന് ഉറങ്ങുന്നത് കാണാം. കാരണം ഇത് സ്ഥിരം കാണുന്നതാണ്. ഇതാണ് അപ്പൊ നമുക്ക് പഠിക്കാൻ തരാം. ഇവിടെ ശ്രദ്ധിക്കുക, ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ അറിയാവുന്ന പേരുകളൊന്നും പരാമർശിക്കുക. ഫോർ എക്സാമ്പിൾ, ഷിജിബാസ് ഇപ്പൊ മനസ്സിലൂടെ ചിന്തിക്ക് പോകുന്നത്, ഷിജിബാസ് മനസ്സിലൂടെ ചിന്തിക്കുന്നത്, പ്രവീൺ ക്ലാസ് ചിന്തിക്കുന്നത്, അനീഷ് ക്ലാസ് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഹലോ, പഠിക്കണം. ഓക്കെ, വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ നാരിക വെളിപ്പാടൊക്കെ പഠിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ അന്ത്യകാല സംഭവം, കൊമ്പ്, രാജമുടി, അതൊക്കെ എന്താണ് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. പക്ഷെ ഈ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ കൊള്ളാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പ്രസംഗിക്കാൻ പഠിച്ചില്ലേ, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കും. ശ്രദ്ധിക്കണേ, പ്രാർത്ഥന എന്ന് പറയുന്ന 2 വിധത്തിലുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു ശുശ്രൂഷകൻ പൊതുവേദിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിക്കണം. എങ്ങനെ? സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, അത് വിശ്വാസികളെ നിങ്ങൾ പഠിപ്പിക്കണം. സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആരെങ്കിലും, ഉദാഹരണത്തിന് ഈ സമ്മേളനത്തിൽ പ്രാർത്ഥിച്ച ആരും 1-2 പേര് പ്രാർത്ഥിച്ചു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പ്രാർത്ഥന, ക്രിസ്തു സന്ദർഭോചിതമായിരുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. ചില ആളുകൾ ഏൽപ്പിക്കാൻ പറ്റുമോ? അന്നത്തെ സമ്മേളനത്തിന്റെ മുഖ വന്നുകൊണ്ട് അവരങ്ങ് പോവും. ഞാനെപ്പോഴും എന്റെ ക്ലാസ്സിലൊക്കെ പറയുന്നത് അറിയാം, ഒരു സഭയിലെ ശുശ്രൂഷ നടക്കുമ്പോ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പൊ സഭയിൽ ഒരു കൊച്ചു മൂപ്പനുണ്ട്. പുള്ളി ഈ സഭയിൽ പാസ്റ്ററെ ഇങ്ങനെ കൂടെ നടക്കുന്ന ആളാണ്. ഇപ്പോൾ പാസ്റ്റർ ഇല്ലാത്തപ്പോൾ യോഗം നടത്തുക, പാസ്റ്ററുടെ ഇടയിലേക്ക് സംഘടന പ്രബോധിപ്പിക്കാൻ അവസരം കൊടുക്കും. അപ്പോൾ പുള്ളിക്ക് ഈ പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നതുകൊണ്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പുള്ളി മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഒരു സെഷൻ എന്താണെങ്കിലും പാസ്റ്റർ തരാതിരിക്കുക. പുള്ളി ഒരു പ്രസംഗമൊക്കെ തയ്യാറാക്കി, ഇസ്രായേലിന്റെ വിധത്തിലാണ് വിഷയം, ഇതൊക്കെ തയ്യാറാക്കി പുള്ളി ഇങ്ങനെ എല്ലാം കണ്ടു ഓരോ വാക്യത്തിന്റെ ഭാഗത്തേക്ക് ബൈബിളുമായിട്ട് പാവം ഓരോ ദിവസം ഓരോ ദേവദാസന്മാരുണ്ടായിരുന്നു. ബാക്കിയൊക്കെ പാസ്റ്റർ ഒരു തുറമാനം ഒരു ചിന്തയൊക്കെ അവതരിപ്പിച്ച് നടന്നു പോയി. പാസ്റ്റർ മനഃപൂർവ്വമല്ല, പുള്ളി അങ്ങ് വിട്ടുപോയി. നമുക്കറിയാമല്ലോ, ഒരു ശുശ്രൂഷകന്മാർക്കറിയാമല്ലോ, ഒരു യോഗ ലീഡ് ചെയ്യുന്നതിന്റെ ടെൻഷനും അതിന്റെ ബുദ്ധിമുട്ടും ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ഇദ്ദേഹത്തിന്റെ കാര്യമേ ഈ സ്വാമിയുടെ മനസ്സിൽ വന്നില്ല. പുള്ളി അവസാനത്തെ സെഷനിലും പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ കിട്ടുകയെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ആ ബൈബിളിൽ നിന്നെടുത്തത്. പിന്നെ അതിനനുസരിച്ച് പുള്ളി ഇങ്ങനെ നടന്നിരുന്നാലോ, കാരണം ഏതായാലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ മട്ടും ഭാവം കണ്ടപ്പോഴാണ് പാസ്റ്റർ മനസ്സിലായത്. പാസ്റ്റർ കത്തി പുള്ളിയുടെ ആ വലിഞ്ഞു മുടിയ മോഹമൊക്കെ കണ്ടപ്പോൾ പ്രവീൺ പാസ്റ്റർ മനസ്സിലായി പുള്ളി ആകെപ്പാട് പ്രയാസത്തിലാണെന്ന് മനസ്സിലായി. പിന്നെ സഹകരിപ്പിച്ചല്ലേ പറ്റുള്ളൂ. എന്താ ചെയ്യണം? പാസ്റ്റർ ഇങ്ങനെ കുലങ്കഷമായിട്ട് ആചരിച്ചപ്പോൾ ഏതായാലും ആഹാരത്തിന് പ്രാർത്ഥിക്കാനുള്ള സമയം അത് ഭാവത്തിന് കൊടുക്കാം. കേൾക്കണേ, യോഗം കഴിഞ്ഞ് എല്ലാവർക്കും പൊറോട്ട ഇറച്ചിക്കറി വിതരണം ചെയ്ത് പിള്ളേർ
പിള്ളേരെല്ലാം ഇങ്ങനെ ഫോട്ടോ ഇറച്ചിട്ട് ക്ലാസ്സിൽ വന്നിട്ട് പിടിച്ചോണ്ടിരിക്കുക. ഇവിടെ ഈ ആഹാരത്തിന് വേണ്ടി കുഞ്ഞായി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങോട്ട് തുടങ്ങി. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ആഹാരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആഹാരം ഞങ്ങളുടെ കൈകളിൽ ഇരിക്കുമ്പോൾ മരുഭൂമിയിൽ അവിടുന്ന് കൊടുത്ത മന്നയും കാണപ്പെട്ടു ചാടി കയറി ഇവിടുന്ന് അങ്ങ് ഇസ്രായേലിലോട്ട് പോവുക. പ്രസംഗയും ചോരത്തിലും ഒക്കെ ആണിയിരിച്ച പുള്ളി ഇങ്ങനെ ജനത്തെ കൊണ്ടുവരിക. പ്രസംഗത്തിന്റെ പോയിന്റിലേക്ക് പോയി പാവം പിടിച്ച പിള്ളേരൊക്കെ ഉറങ്ങി തൂങ്ങി അടച്ചിട്ട് നോക്കി നോക്കി 3 പൊറോട്ട വെച്ചോണ്ടായി ഷോപ്പുകൾ കാണിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ആ നിലയിൽ വളരെ ഗൗരവമായ നിലയിൽ പുള്ളി ഇങ്ങനെ പ്രസംഗം കൊണ്ടുവന്ന് മരുഭൂമി വഴിയായി ജനത്തെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ചെങ്കടലിന്റെ അവിടെ വരെ എത്തിച്ചു. ഇപ്പോഴത്തേക്ക് ഒരു 10-20 മിനിറ്റ് പോയി. പിള്ളേരെയൊക്കെ സാക്ഷരത പോയി. ഇവിടെ പുള്ളികളല്ലേ കുറെയൊക്കെ പതിയൊക്കെ പിച്ച് പറിച്ചൊക്കെ ഇങ്ങനെ ആശ്വാസം കണ്ടെത്തുകയാണ് ആളുകൾ. അവിടെ പുള്ളി പ്രസംഗത്തിന് ഒരു പോയിന്റ് കൊണ്ട് വെച്ചിരുന്നു പ്രസംഗിക്കാൻ. കർത്താവേ, മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോന്റെ സൈന്യം, ഞങ്ങൾ എന്തോ ചെയ്യും? അവിടെ പോസ് ചെയ്ത ആ ഗ്യാപ്പിൽ ഒരു മിടുക്കൻ ചേർത്തുണ്ട്. നാം ചാടിക്കയറി പറഞ്ഞ് എന്തോ ചെയ്യാൻ കിട്ടിയത് വാരി കഴിച്ചിട്ട് അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങളെ പിള്ളേർ സഭയിലുള്ള ഒരു കണക്കിന് നല്ലത്. നമ്മളെ പോലുള്ള ചില കുട്ടികൾ മര്യാദ പഠിക്കാൻ പറയാമോ? അപ്പൊ നമ്മൾ ഒരു പൊതുവേദിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞു. യേശുദാസിന്റെ അപ്പം കാണിച്ചു വർഷങ്ങളോട്. ഈ ദൈവപുരം ഭാഗത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ഈ ദൈവപുരം എന്റെ മനസ്സിലേക്ക് എന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പറയുന്ന ഉദാഹരണം. ഈ അമ്പലത്തിന്റെ തൊട്ടി പറഞ്ഞാണെന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ വീടുകളായി. അമ്പലത്തിനോട് ചേർന്ന് തൊട്ട് പുറകിലൊരു ഇപ്പൊ ആ വീട് ഇരിക്കുന്നത് PKK സ്കൂൾസ്. അവിടെ നേരത്തെ ഒരു പറമ്പ് തെങ്ങുതൊപ്പാണ്. ഞാൻ അവിടെ വർഷങ്ങൾ കീബോർഡ് വായിച്ചാണ്. യേശുദാസിന്റെ കീബോർഡിസ്റ്റ് യേശുദാസിന്റെ അപ്പൻ നടത്തുന്ന കൺവെൻഷൻ വർഷങ്ങളോളം 10-35 വർഷം ആ മനുഷ്യനോട് കൺവെൻഷൻ നടത്തി. അവിടെ ഒരു പ്രാവശ്യത്തെ കൺവെൻഷനിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് CSI പള്ളിയിൽ ആക്ഷൻ വന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന, അതിനു മുമ്പ് ഇട്ടി വെട്ടുന്ന മീനിൽ പോലെ ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചു. കാര്യമാക്കി പുള്ളിയെ കൊണ്ട് ഇറങ്ങിയിട്ട് ഈ അച്ഛൻ വന്ന് ഞാൻ ആ മനുഷ്യനെ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ 1 മിനിറ്റ് മിണ്ടാതെ മൈക്കിന് മുമ്പിൽ നിന്ന് സകല ആളുകൾ എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. നമുക്ക് അങ്ങനെ ഒരു ശീലമായില്ല. നമ്മുടെ മൈക്കിന് മുമ്പിൽ തുടങ്ങുക ശാന്തമായിട്ട് 2 മിനിറ്റ് നിൽക്കുക എന്നുള്ളത് നമ്മുടെ രീതി കണ്ടു കഴിഞ്ഞാൽ ആംപ്ലിഫൈ ചെയ്യുന്ന സാധനം നമ്മുടെ ബോധം പോലും നമുക്കില്ല. ഈ മനുഷ്യൻ 2 മിനിറ്റ് സാധാരണ ആക്ഷനുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല. CSI പള്ളിയിലെ അച്ഛൻ രണ്ട് വാക്ക് പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ അടുത്ത് വരികയാണ്. സംസാരിക്കാൻ അവിടുത്തെ വൃത്തിനെ അയച്ചു. അവിടുത്തെ ദാസങ്ങളോട് ഞങ്ങളോട് അറിയിക്കേണ്ട ദൂത് അവിടുന്ന് അറിയിക്കണം. യേശു നാമത്തിലാണ്. നമുക്ക് ശീലമുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന നമ്മളിങ്ങനെ നമ്മുടെ ലോകത്തിൽ പ്രാർത്ഥിച്ച കൃപയില്ലാത്തവരെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ കൊണ്ട് കയറ്റിയതാണ്. നമ്മൾ നമ്മുടെ സകല കൃപ കഴിച്ചിരുന്നത് കൺവെൻഷൻ വേദിയില്ല. എന്റെ കൂടെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? എനിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം പറയാം. നമുക്കൊരു ക്ലാസ് പോലാണല്ലോ, ഇതൊരു സമയമാണ് ഉപവാസപ്രാർത്ഥന എന്ന് പറയല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശതമായിട്ട് പോകുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ചോദ്യങ്ങളുണ്ടോ? അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ ഒരു പ്രത്യേകത, അവൻ പ്രാർത്ഥിക്കുന്നില്ല. ഇത് വല്ലാതെ ചലഞ്ച് ചെയ്യിപ്പിച്ച 3.5 വർഷത്തെ പബ്ലിക് മിനിസ്റ്റർ നിങ്ങൾ ഈ 4 സുവിശേഷത്തിൽ നിന്ന് അരച്ചു കലക്കി ഊറ്റിയെടുക്കണം. തിരക്കില്ലാത്ത ഒരൊറ്റ യോഗമില്ല, തിരക്കില്ലാത്ത ഒരു വേദിയില്ല. വാതിൽപ്പടിയോട് കടക്കാൻ കഴിയാതെ മേൽപ്പുര പൊളിച്ച് യേശുവിന്റെ അരികിലേക്ക് മഹത്തായ ശുശ്രൂഷ ചെയ്യുന്ന യേശുവിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. ദൈവദാസന്മാരും അഭിമാനിക്കുന്ന വിവിധ സഭകളിൽ ഈ സംഘടനയിൽ അടക്കം വരുന്ന അഭിഷക്തന്മാരായ ആളുകൾ പ്രാർത്ഥന ജീവിതത്തെ ഒന്നുകൂടെ വിലയിരുത്തൽ നടത്താൻ ചലഞ്ചായിട്ട് ഞാൻ പറയാം. പകൽ മുഴുവൻ നന്ദിയോളം ശുശ്രൂഷ ചെയ്ത് ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ മാർഗമില്ലാതെ മേൽപ്പുര പൊളിച്ച ആളുകൾ ഇറങ്ങി വരുന്ന ഒരു മഹത്തായ ശുശ്രൂഷ
Praise the Lord. Hallelujah. Hallelujah. ഇനി അത് മാത്രമേ എന്തോ പ്രാർത്ഥന ഈ ഓൺലൈൻ പ്രയർ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് തോന്നി ശുശ്രൂഷ വൈകുന്നേരമാകുമ്പോൾ തന്റെ ശിഷ്യന്മാരുമായിട്ട് വന്ന് അവർ ശ്രമിക്കുന്ന ഭവനത്തിൽ എല്ലാ ശിഷ്യന്മാരും ഓരോ പറയുന്നതിനുമായിട്ട് 12 4 മൂലയ്ക്കൊണ്ട് മാറുമ്പോൾ വാതിൽപ്പാളി പതിയെ തുറന്ന് നിർജ്ജന സ്ഥലത്തേക്ക് പോയി മുട്ടുമടക്കി രാവിളിക്കോളം പിതാവിനോട് അഭയാന്തര കഴിച്ച് താളത്തെ ശുശ്രൂഷയുടെ ആത്മനിയോഗം ഏറ്റെടുക്കുന്ന ക്രിസ്തുവായിരിക്കുന്ന ഒരു ശുശ്രൂഷ നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥന ജീവിതം നമുക്ക് മുമ്പിൽ ഉണ്ടായിരിക്കാം. പോലെയുള്ള വലിയ വലിയ അഭിഷക്തന്മാരുടെ പ്രാർത്ഥന ജീവിതം നമുക്കൊരു വെല്ലുവിളിയായിരിക്കാം. പക്ഷെ നാം മാതൃകയാക്കേണ്ട പ്രാർത്ഥന ജീവിതം യേശുവിന്റെയാണ്. അതിനപ്പുറം തികവുള്ള ഒരു പ്രാർത്ഥന ജീവിതം ജീവിതത്തിൽ ഒരിടത്തും നമുക്ക് കണ്ടെത്താൻ കഴിയും. യേശുവിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടാകും. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവിടെ ഉണ്ട്. അവിടെയാണ് എന്റെ ചിന്ത ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഒരുത്തൻ എന്ന പ്രയോഗം ലൂക്കോസ് വിട്ടുകളഞ്ഞതാണ്. അത് മിക്കവാറും 80% പത്രോസാകാനുള്ള സാധ്യതയാണ്. രീതി വെച്ച് അങ്ങനെയാണ്. ഏത് കാര്യത്തിലും കൂടി അഭിപ്രായത്തിൽ ഏത് എങ്ങനെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എന്റെ വ്യക്തിപരമാണ് ഏത് നമുക്ക് ഇങ്ങനെയുള്ള പ്രത്യേക നോട്ട് ചെയ്ത് രഹസ്യത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു ഒരു പ്രസ്ഥാനം തന്നെ തകർക്കാൻ പറ്റുന്ന പോകുമ്പോൾ ഒരു തീരുമാനമാണ് പരിശീലനം നടത്തുക. നമുക്ക് യോഗ രജിസ്ട്രേഷൻ മാറ്റി വെച്ച് അവിടെ തന്നെ ഒരു പരിശീലനം നടത്തുക. ഉടനെ പുള്ളി വ്യക്തിപരമായിട്ട് ബാക്കി എല്ലാവരും യോജിച്ചാലും പുള്ളി വ്യക്തിപരമായിട്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഈ ചൂടിനകത്ത് നടത്താതിരിക്കുന്നതായിരിക്കും ഉചിതം. കാലാവസ്ഥ കണ്ടിട്ട് ഈ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ എന്റെ വലിയ നാശയുടെ കോർഡിനേറ്റ് ആണെന്ന് അവനെ വലിയ വലിയ പുള്ളികളുണ്ട്. അവരുടെയൊക്കെ രീതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിന് യോജിക്കുക എന്നുള്ളതല്ല, എങ്ങനെ വിയോജിക്കുക എന്നുള്ളതാണ്. സംഘടന കൊണ്ട് നടക്കുന്ന എനിക്കറിയാം. നമ്മളൊരു യോഗം വെക്കുക ഏപ്രിൽ മാസം 3, 4, 5 എന്താ സൗരന്മാരുടെയൊക്കെ അഭിപ്രായം. ഉടനെ വരുന്ന പറയും അത് 2, 3, 4 എന്താ 2, 3, 4 5 പ്രശ്നം എന്നാലും 2, 3, 4 ഒന്ന് തിരിച്ചിടുക. ഏതാ അനിഷ്ടാസ്വരുടെ അഭിപ്രായം പറയും. അങ്ങനെ ചുമ്മാ അതൊന്നും തിരിച്ചു പുറത്തെ ഇറച്ചിക്കറിയായാലും അല്ല എന്റെ അഭിപ്രായത്തിൽ ഇറച്ചിക്കറി പുറത്തെ വ്യത്യാസം വല്ലാത്ത രോഗം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. അത് കൂടുതൽ വ്യാപരിക്കുന്ന ദൈവദാസന്മാരിലാണ്. അപ്പൊ പത്രോസ് വന്നിട്ട് പറയുകയാണ്, ആ പത്രോസിന്റെ പ്രയോഗം ശ്രദ്ധിക്കണേ. കർത്താവ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും കൂടെ യേശുവോട് പറയുകയാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ. ആ പ്രയോഗത്തിനകത്ത് ഒരു മുറ പിടികിട്ടുന്നുണ്ടോ? യോഹന്നാൻ നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നത് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ. എന്തിനാ അതിന്റെ ആവശ്യം? എനിക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ പോലെ അതിനകത്തൊരു തോന്നുന്നുണ്ട്. കർത്താവേ നിന്റെ പ്രസ്ഥാനേക്കാൾ ഇച്ചിലൂടെ വെച്ചത് യോഹന്നാന്റെ പ്രസ്ഥാനം. അവിടെ ആകുമ്പോ പ്രാർത്ഥിക്കാനേ ഒരു അവസരമുണ്ട്. നിന്നോട് നടക്കുന്നതല്ല, നീ മൈക്ക് മുമ്പ് നടക്കുന്നതല്ല, ഒരു പ്രാർത്ഥിക്കാൻ പോലും ഒരു അവസരം ഇതിനേക്കാൾ ഇച്ചിലൂടെ വെച്ചത് യോഹന്നാന്റെ പ്രസ്ഥാനം. നിന്റെ കൂടെ വന്നിട്ട് എന്ത് പഠിച്ചിട്ടില്ലെന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ പോലും അറിയുന്നത്. വാസ്തവത്തിൽ നമുക്ക് അതിനകത്ത് നീതിയുക്തമായിട്ട് തോന്നുമെങ്കിലും ഇവരുടെ ആവശ്യം ഗൗരവമായിട്ട് തോന്നുമെങ്കിലും അതിനകത്ത് ഒരു ചെറിയ പണിയുണ്ട്. കർത്താവ് ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി കാരണം എന്തുവരെയും ഈ പ്രാർത്ഥിക്കുന്നവർക്ക് വന്നിട്ടുള്ള പുള്ളികളല്ല. കർത്താവിന്റെ മനസ്സ് പുറത്ത ഒരു പെർസെന്റേഷനാണ് ഇപ്പൊ ഇവരിൽ നിന്ന് പുറത്തു വന്നത്. ഞങ്ങൾക്ക് എന്ത് പഠിക്കണം? പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഓഹോ യേശുവ നിങ്ങളോട് പറഞ്ഞു അവിടെ സബസ്കൂൾ കുഞ്ഞുങ്ങൾ മക്കളെ ഇരിക്കുന്നത് പോലെ എല്ലാം പന്ത്രണ്ടെണ്ണം പേപ്പറും ബുക്കും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന വാങ്ങനെ കാണുക. പേപ്പറൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ലോജിക്ക് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ വരരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയും എല്ലാം ഇതിന് പ്രാർത്ഥിക്കാൻ പഠിക്കാതിരിക്കുക. ഇങ്ങനെ 12 ഇരിക്കുക. 10 ദിവസം മുതൽ വലിയ വലിയ പോക്ക് മുതൽ സകല കുട്ടികളും ഞങ്ങളുടെ അവിടെ ഒരു അപ്പച്ചൻ പറയുന്നത് പാപ്പുയും മുതൽ പോക്ക് വരെ ഇരിക്കുക. ശാഖയിൽ ഇരിക്കുക.
യേശു പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കാൻ. എൻ്റെ ഒരു ചോദ്യം, യേശുവിന് ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടതുണ്ടോ? ഇല്ല. അവർക്ക് നന്നായി, നമ്മളെക്കാളേറെ നന്നായി പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാണ്. ഒരു യാഥാസ്ഥിതിക യഹൂദന് 6 വയസ്സാകുമ്പോൾ സിനഗോഗിൽ ചേർന്നു. ജോയിൻ ദി സിനഗോഗ് മസ്റ്റാണ്. സിനഗോഗിൽ ചേർത്തില്ലെങ്കിൽ അവൻ സൊസൈറ്റിയിൽ നിന്ന് പുറത്താണ്. അവരുടെ കമ്മ്യൂണിറ്റി സിസ്റ്റം അങ്ങനെയാണ്. നമ്മളിവിടെ സൺഡേ സ്കൂളിൽ ചേർക്കുന്ന പോലെ നമുക്കിവിടെ ഓപ്ഷൻ ഇല്ല. പിള്ളേർക്ക് ട്യൂഷൻ ഉണ്ടെങ്കിൽ സൺഡേ സ്കൂളില്ല, ട്യൂഷൻ ഇല്ലെങ്കിൽ സൺഡേ സ്കൂൾ. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അവിടെ അങ്ങനെയല്ല. ഈ ഞാൻ വയനാട് താമസിക്കുന്നുണ്ട്, എനിക്കറിയാം. അതൊക്കെ കഴിഞ്ഞുള്ളൂ അവർക്ക് സ്കൂളും പഠിത്തമൊക്കെ. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് സൺഡേ സ്കൂൾ. നിങ്ങളതിന് സ്വന്തം പറയുന്നില്ല, പറയാം. അവര് കൃത്യം 6 വയസ്സാകുമ്പോൾ സിനഗോഗിൽ പേര് രജിസ്റ്റർ ചെയ്യണം. തുടർന്നുള്ള 4 വർഷം, ഏതാണ്ട് 10ാമത്തെ വയസ്സ് വരെ സിനഗോഗിൽ ചേർന്ന് പഠിക്കണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ പഠിക്കണം. 1, അവരുടെ ന്യായപ്രമാണം, പഞ്ചഗ്രന്ഥം തൗറാത്ത്. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള തോറ അവൻ പഠിക്കണം. 2, അതിന്റെ വ്യാഖ്യാനമായിരിക്കുന്ന മിഷ്നെ അവൻ പഠിക്കണം. അതിന്റെ പ്രാവർത്തികമായിട്ടുള്ള നിലയിലുള്ള പ്രവൃത്തിയായിട്ടുള്ള തൽമൂദ് അവൻ പഠിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങൾ അവൻ പഠിക്കുകയും അതുകൂടാതെ യഹൂദന്റെ വസ്ത്രധാരണ മുതൽ അവന്റെ ആചാര കർമ്മങ്ങൾ മുതൽ അവന്റെ പ്രാർത്ഥന രീതികളെല്ലാം കൃത്യമായി ഇവൻ 4 വർഷം കൊണ്ട് പഠിക്കണം. യഹൂദന്റെ പ്രാർത്ഥനയുടെ ആദ്യ പാഠം എന്ന് പറഞ്ഞ ആവർത്തനം 6:4. ഇസ്രായേലേ കേൾക്കണം, നമ്മുടെ ദൈവമായ യഹോവ ഏകൻ തന്നെ. എല്ലാ യഹൂദനും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കൈകൾ ആകാശത്തേക്ക് വിരിച്ചു പിടിച്ച് അവനവന്റെ ഭാഗത്തിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയും, ഷേമാ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ ഖാദ്. ഇത് 3 വട്ടം വിളിച്ചു പ്രാർത്ഥിക്കണം. അതുമുതലുള്ള എല്ലാ മുട്ടുമുതൽ മടക്കിയുള്ള പ്രാർത്ഥന, കവിണ്ണു വീണുള്ള പ്രാർത്ഥന, ഇങ്ങനെ നിരവധി പ്രാർത്ഥന ശൈലികളുള്ളവർ. പരീക്ഷന്മാരും പൊതു നിരത്തുകളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്കിടയിൽ ഏറ്റവും മുന്തിയ ഗ്രൂപ്പാണ് പരീക്ഷന്മാർ. അവർ ചെങ്ങന്നൂർ മാർക്കറ്റിലോട്ട് ഇറച്ചി കഴിക്കാൻ പോകുമ്പോഴാണ് 4 പേര് കൂടി ഇരിക്കുന്നത്. ഉടനെ അവൻ അവിടെ ഒരു പായിട്ട് ഞാൻ മുട്ടുവത്തി പ്രാർത്ഥിക്കും. അതെ, അതാണ് പരീക്ഷന്മാരുടെ പ്രത്യേകം. 4 പേര് കൂടുന്നിടത്തെല്ലാം പ്രാർത്ഥിക്കും. ഇതൊക്കെ അവരുടെ ശൈലി, അതൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷേമ മുതലുള്ള സകലവിധ പ്രാർത്ഥനകൾ വരച്ചു കലക്കി പഠിച്ച പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ പോലുള്ള ആളുകൾക്ക് പ്രാർത്ഥന പഠിക്കേണ്ടതുണ്ടോ? ചിന്തിക്കണം ദൈവദാസ. പിന്നെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഇവർ വരാൻ കാര്യം? എന്തിനാണ് ഇവർ പ്രാർത്ഥന പഠിക്കേണ്ടത്? ഏതുവിധ പ്രാർത്ഥനയാണ് പഠിക്കേണ്ടത്? ആത്മാവിൽ ഞാൻ ഒരു ഊത് പറയാം. യേശുവിന്റെ കൂടെ പിൻഗമിച്ച കാലം മുതൽ അവർ നേരിട്ട് കണ്ടൊരു കാര്യമാണ്. അവിടുന്ന് കൈകൊടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവന്റെ നിഴൽ തട്ടുമ്പോൾ ഭൂതങ്ങൾ വിളകി ഓടുന്നു. അവൻ കുഷ്ഠരോഗികളായ ആളുകൾ ജന്മനാ ജനിച്ച ഒരു ശിശുവിനെ പോലെ അവിടുന്ന് കൽപ്പിക്കുന്ന മാത്രമേ ശരീരത്തിന്റെ അവൻ രോഗം മാറി വിടുതൽ പ്രാപിക്കുന്നവർ കാണുകയാണ്. കുടുംബരായ ആളുകൾ, കുടുംബരായ ആളുകൾ, ധാരാളം ആളുകൾ വിടുതൽ പ്രാപിക്കുന്ന ഭാഗ്യം ലഭിച്ച ഈ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. പരമ്പരാഗതമായി ഞങ്ങൾ പഠിച്ച പ്രാർത്ഥനയ്ക്ക് അപ്പുറത്ത് എന്തോ ഒരു ശൈലി ക്രിസ്തുവിനുണ്ട്. അത് പഠിക്കാതെ ശുശ്രൂഷ വിജയിക്കില്ല. നിങ്ങളെന്റെ കൂടെ പറഞ്ഞാൽ ഇവര് ഈ പഠനത്തിന്റെ അനുകരണത്തിനാണല്ലോ നമ്മളെ പോലെ. ഇവർ വിചാരിച്ചു ഇതുപോലെ അത്ഭുതമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്നുള്ള വിചാരം. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇവർ പരമാവധി അത് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതെ, ഇതിന് മത്തായി സുവിശേഷം 17 വീട്ടിൽ പോയി വായിക്കണം. യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ കൂട്ടിക്കൊണ്ട് തനിച്ചൊരു മലയിലേക്ക് പോയി. അവിടെ അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. അവിടെ വലിയ ദർശനം നടക്കുക. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മോശെ കണ്ടു, ഏലിയാവിനെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടു. ഇവരിതൊക്കെ കണ്ട് സംഭാഷണമൊക്കെ കൊണ്ട് അവർ വലിയ ആത്മസന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഈ നിൽക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ താഴത്തെ ക്രൂസൈഡ്, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഷയിൽ പറഞ്ഞ പരസ്യയോഗം, ഒന്നാമത്തെ ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോയത്. ഇവന്മാരാണെങ്കിൽ ഇവന്മാർക്ക് കൂടെ ഉണ്ടെന്ന് തെളിയിക്കാനായിട്ടുള്ള അവസരത്തിന് വേണ്ടി എപ്പോ പരസ്യവും നടത്തിയാലും ഈട്
പത്രോസ്, പ്രസംഗിക്കുന്നത് യോഹന്നാൻ, പ്രാർത്ഥിച്ച ആശീർവാദം എന്ന് പറയുന്നത് യാക്കോബ്. ഇവന്മാർ മൂന്നും അല്ലാത്തോടെ കളിയില്ല. ഞങ്ങൾക്ക് കൃപയുണ്ടെന്നത് അപ്പൊ ഇങ്ങനെ ഇവരുടെ കഴിവ് തെളിയിക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയത്. അങ്ങനെയല്ലേ ഈ സഭയില് നിങ്ങൾക്ക് ശുശ്രൂഷന്മാർക്കറിയാം, നമുക്കൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഈ സഭയില് എങ്ങോട്ടെങ്കിലും ദേവദാസന്മാർക്ക് പോകേണ്ട ഒരു സാഹചര്യം എത്തുമ്പോൾ നമ്മുടെ സഭയിൽ മൂപ്പന്മാരെന്ത് ഞാൻ പറഞ്ഞു ഒരു പ്രാർത്ഥന ഏൽപ്പിക്കും. അവരമ്മ കാണിച്ചടക്കും, കെട്ടടിച്ചു തകർക്കോ. പിന്നെ അവർക്ക് ഇതുകൊണ്ട് കഴിവുണ്ടെന്ന് തെളിയിക്കാനായിട്ട് അല്ലേ, നമുക്കൊരു പ്രസംഗത്തിന് കഴിവുണ്ടെങ്കിൽ ഒരു തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് അവതരിപ്പിക്കാൻ ഒരു പേര് കിട്ടുന്ന സംഭവമില്ല. ഇവർക്ക് കിട്ടിയ അവസ്ഥ ഇവരൊന്നും നോക്കിയില്ല. ഇന്ന് തിരിച്ചു നമുക്ക് കാണിച്ചു കൊടുക്കണം, നമുക്ക് കഴിവുണ്ടോ കാണിച്ചു. അവർ മോളോട്ട് പോയി വൈകിട്ടത്തെ ക്രൂസുകൾ ഇവരെ ഏൽപ്പിച്ചു. വലിയ പൈസാമർശമൊക്കെ നടന്ന പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് ചന്ദ്രരോഗം പിടിച്ചിട്ട് ഒരു ചെറുക്കനായിട്ടൊരാണ്ട് ഗ്രഹപ്പഴയ്ക്കെന്ന് ഞാൻ പറയും. ഇങ്ങനെ ഗ്രഹപ്പഴയ്ക്ക അന്ന് യേശു ഉണ്ടെന്നോർത്ത് വന്നതാണ്. പക്ഷെ പിടിച്ചോണ്ട് ഇവന്മാര് കുറയാൻ പറ്റുമോ? വല്ലാതെ എന്തോ ഒരു ആശയമുണ്ടല്ലോ. ഇവന്മാര് യേശു ഇല്ല, പത്രോസ് ഇല്ലെന്ന് പറയാൻ പറ്റും. സർവ്വാസം മോളോട്ട് പോയിരിക്കുക, കോർഡിനേറ്റർ മോളോട്ട് പോയിരിക്കുക. ഞങ്ങളൊക്കെ ഞങ്ങൾ മെസ്സിലൊക്കെ ആളുകളെ എന്ന് പറയാൻ ഒരു ചമ്മൽ അത് വിട്ടില്ല. അടിച്ച് തകർക്കുമാര് അവരുടെ കൊടുത്ത മൈക്കോട്ട് ഇപ്പോൾ എന്തു പഴകുടി കെട്ടുപോലെ താഴെ വീഴും. അപ്പനിങ്ങനെ കണ്ടും തന്നെ നിൽക്കുകയും യേശുവിന്റെ അപ്പന്റെ നോക്കാം. അപ്പന്മാര് അടിച്ചളക്കി തകർത്ത് തരിപ്പണമാക്കി ചേർത്ത് പഴകുടി കെട്ടു അതിനിടയ്ക്ക് മൈക്ക് വിളിച്ചിട്ട് ഇപ്പോൾ എന്ത് തോന്നുന്നു? അവൻ അവിടെ കിടന്നുകൊണ്ട് നോക്കി വരണ്ടായിരുന്നു. അവനെ നേരിട്ട് ചെയ്താൽ പോരെ യേശു താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഭയങ്കര മേളം നടക്കുക. നാട്ടുകാരെല്ലാം കൊമ്മയാക്കി ഇങ്ങനെ വിദ്യ ചേർന്ന് നിർത്തിയിരിക്കാൻ പ്രാർത്ഥിച്ച് വിടുന്ന നാട്ടിൽ പോയാൽ മതി തുടങ്ങി വെച്ചു. കലാപരിപാടികളല്ലേ നമ്മുടെ നമ്മൾ ശുശ്രൂഷകരായിരുന്നു. നമുക്ക് പറയാൻ വിശ്വാസത്തോട് പറയാൻ പറ്റില്ല. നമുക്കങ്ങനെ തകർത്തുപോയി. നമുക്കാർക്കൊക്കെ ചോദിച്ചോളൂ വിശാലിനോട് എവിടെ നിന്ന് വരുന്നു? നാളെ കിട്ടും 10 വർഷം കണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ കടലിൽ പോകുന്നുണ്ട്. പക്ഷേ ഓതറിൽ നിന്ന് ഇങ്ങനെ കടലിന് മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 10 വർഷം വല്ലാത്ത ബോധി കടലിന് മുകളിലൂടെ നടക്കാൻ. 10 വർഷം വരെ കർത്താവ് നീ ആണെങ്കിൽ നീ അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാറുണ്ടോ? യേശു വിചാരിച്ചു നീ ഇച്ചിരി തുള്ളലുണ്ട് ഇവനെ ഇന്ന് നോക്കി. പത്രോസ് വെള്ളത്തിലോട്ട് കാല് വെച്ചതേ പത്രോസ് ഓർമ്മയുള്ളൂ. പിന്നെ മോദൽ വരുമ്പോൾ യാക്കോബ് വയറ്റിൽ നിന്ന് വെള്ളമെല്ലാം പുറത്ത് ചാടിച്ച് കണ്ണു തെറ്റി ഇങ്ങനെ കിടക്കുക. നിങ്ങൾ ഭാവനക്കാണ്, നിങ്ങൾ എന്നെ പോലെ രസകരമായിട്ട് ചിന്തിച്ച് ഒന്ന് ഭാവന നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് ടീം വർക്ക് പോലെ ഒന്ന് ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചാൽ ഭയങ്കര ഒത്തിരി പേര് അതിനകത്തുണ്ട്. ശ്രദ്ധിക്കണം, വയറ്റിൽ ഞങ്ങൾക്ക് പിടിച്ച് എഴുന്നേറ്റ് ചില പറയുന്ന കൂടെ കൊണ്ടിരിക്കുന്നത് പ്രകൃതിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കാൻ പറ്റും. പ്രാർത്ഥിക്കാൻ വിചാരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഗലീലിയ യോഗത്തിന്റെ അതിലേക്ക് ചുമ്മാ നാണം കെട്ടിരിക്കുക, കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇവർ മുഖത്ത് നോക്കാൻ പറ്റും. അവരെ ആവശ്യിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ അടുത്ത നാൾ അന്തരീക്ഷത്തിൽ യോഗം നടത്താൻ അങ്ങോട്ട് ചെയ്യാൻ എനിക്ക് അതിനേക്കാൾ രസം തോന്നിയ ഒരു കാര്യം. പിറ്റേ ദിവസം യോഗമൊക്കെ കഴിഞ്ഞ് പിന്നെ നാളെ കിട്ടും. അന്ന് നാളെ കിട്ടില്ല. നമുക്ക് നാളെ പിറ്റേ ദിവസം യോഗം കഴിഞ്ഞ് യേശുവിന്റെ ബൈബിൾ ക്ലാസ്സിൽ രാവിലെ ഉപ്പുമാവും കടലേക്ക് കിടക്കുക. അന്നേ ദിവസം വെള്ളം ഉപ്പുമാവും കടലേക്ക് കട്ടിക്കുക. 10 ദിവസം മുമ്പ് പറഞ്ഞ ചെന്നപ്പോഴത്തേക്ക് അന്നേ ദിവസം ഞാൻ പിന്നെ 10 ദിവസം വെള്ളം വേണ്ടല്ലേ ഇതിന്റെ ആവശ്യത്തിന് കുടിച്ചിട്ട് നമുക്കറിയാം ഇതിന്റെ കൊടുക്കണമെങ്കിൽ ഇവർ നാണം കേട്ടു. പല സ്ഥലങ്ങളിൽ ഇവർ അപമാനിക്കുന്നു. ഇവർ ക്രിസ്തുവിനെ അനുകരിക്കാൻ നോക്കുക.
സൗഖ്യമാക്കാൻ നോക്കിയിടത്തൊന്നും വിജയിച്ചില്ല. നമ്മൾ പരസ്പരം ചർച്ചയായ വിഷയം എന്തുകൊണ്ടാണ് നമുക്ക് അവരെ പോലെ ശുശ്രൂഷിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് യേശുവിനെ പോലെ അത്ഭുതം ചെയ്യാൻ പറ്റാത്തത്? എന്താണ് നമ്മുടെ പരാജയം? നമുക്ക് ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ വേദി കത്തുന്നില്ല. എന്താ കാര്യം? അവർക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്കില്ലാത്ത ഒരു ഗുണം യേശുവിനുണ്ട്. നമുക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത കർത്താവിനുണ്ട്. അത് കണ്ടുപിടിച്ചവർക്ക് അന്ന് മുതൽ ഒരു നിരീക്ഷണം നടത്താൻ യേശുവിന്റെ പ്രകാശം, യേശുവിന്റെ അത്ഭുതങ്ങൾ ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. പ്രായത്തിയോളം ശുശ്രൂഷകളുടെ തളർച്ച കൊണ്ട് ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിർജ്ജന സ്ഥലത്ത് മാറിപ്പോയിരുന്ന മുട്ടുമടക്കി മുഴങ്കാലി മുടക്കി രാവിലേക്കുള്ള പിതാവിനോട് അഭയാചന കഴിക്കുന്ന ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് ശുശ്രൂഷയുടെ സക്സസ്. സ്തോത്രം സ്തോത്രം അങ്ങനെ പറയുന്നു. അതൊന്നും തെറ്റല്ല. പക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കണോ? ശുശ്രൂഷയിൽ മറ്റൊരു ലെവൽ വെളിപ്പെടണോ? യേശുവിനെ പോലെ ഉടൻകാലം അടക്കി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടുകയില്ല. നിങ്ങളുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കും, ഭൂതങ്ങൾ പുറത്തു വരും, രോഗികൾ സൗഖ്യമായും സഭയിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. അതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ, മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു നിയോഗം ഏറ്റെടുത്ത ഈ സഭകളിൽ നിന്ന് പോകും. ഒരു ചർച്ചയായി ഒരു പറഞ്ഞാവേ നമ്മൾ പകരം മുഴുവൻ നമ്മളെ കാണാൻ ഞാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. അപ്പൊ നമ്മളൊക്കെ പഠിച്ചു വെച്ച മതത്തിന്റെ പ്രാർത്ഥനയില്ലാത്ത റിലീജിയസ്റ്റിക് അല്ലാത്ത ഒരു പ്രയർ ക്രിസ്തുവിനുണ്ട്. നമുക്കിത് പഠിക്കണം. ഇത് പഠിച്ചല്ലേ അത്ഭുതം ചെയ്യാൻ പറ്റും. പത്രോസ് പറഞ്ഞു പേടിയുള്ളവർ എന്റെ വീട്ടിൽ നിന്നോടാൻ പറ്റുന്നത് പറഞ്ഞു പോലെ ക്രിസ്തുസ് പറഞ്ഞു ഞാൻ പറയാം, പക്ഷെ എല്ലാവരും എന്നോട് വേണം. നേരത്തോട് കാര്യം പറയല്ലേ, ഞാൻ പറയാം. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് കണ്ണു തുറന്നപ്പോൾ പുറകിൽ നിന്ന് പത്രോസ് മറുപടി നോക്കി. ആഹാ എന്നാ പറഞ്ഞു? പ്രതികൾ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടല്ലോ, മനസ്സിലാമല്ലോ സ്ഥിരം എന്ത് പറ്റി? എല്ലാവരും കൂടെ കർത്താവേ ഞങ്ങൾക്ക് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചവരെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. യേശു പറഞ്ഞു ഇത് നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നു? യേശു ഒട്ടമില്ലാത്ത എഴുതി കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. 2, 3, 4 വാക്യം വായിക്കും. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരുപക്ഷെ പട്ടത്വ സഭയിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന് നമുക്ക് നിരന്തരം ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന, കേവലം 3 വാക്യങ്ങൾ മാത്രമുള്ള ഒരു പ്രാർത്ഥന. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നും തുടങ്ങി പരീക്ഷയിൽ കടത്തരുതെന്ന് തുടങ്ങിയ ഒരു പ്രാർത്ഥന. വിശ്വാസികളായിരുന്ന നമ്മൾ നമ്മുടെ ആരാധനയിൽ അത് ചൊല്ലാറില്ല. പാപമാണെന്നൊക്കെ പ്രസംഗിക്കുന്ന മാസന്മാരെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാസത്തിൻ്റെ പുറം വീശി പഠിപ്പിച്ച പ്രാർത്ഥന പാപമൊന്നുമല്ല, അന്നൊന്നുമല്ല. നമ്മൾ അതിന് കുറച്ച് തിയോളജിക്കൽ റീസൺസ് ഉണ്ട്. അത് പഠിക്കണം. നമ്മൾ ബൈബിൾ സ്കൂളിൽ വന്നാലേ പഠിക്കുള്ളൂ. ശരിയല്ലേ? അതിനകത്ത് ചുമ്മാ എഴുതിയെടുക്കൊന്നും വേണ്ട, അറിയില്ല. നമ്മുടെ വീട്ടിൽ എനിക്ക് അതിനകത്ത് സംശയം ഉണ്ടായിരുന്നു, അറിയില്ല. അത് ബൈബിൾ സ്കൂളിൽ വന്നില്ല. അത് കുറച്ച് തിയോളജിക്കൽ റീസൺസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ചൊല്ലാത്തത്. അത് ഏറ്റവും ഇനി ഇപ്പോഴത്തെ ഈ യോഗം കഴിഞ്ഞിട്ട്
ഈ യോഗം കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങളില്ല ഒരർത്ഥത്തിൽ. പക്ഷെ നമ്മൾക്ക് അതിന് തിയോളജിക്കൽ കാരണമുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് 90% ശുശ്രൂഷ നടത്തുന്ന വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മളൊന്നും ഇല്ലാത്തത്? അതിനെന്താണ് കാരണം? നമ്മൾ അതിലേക്ക് അലക്കുന്ന വിഷയം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന നോക്കുക. 3 വാക്യങ്ങൾ നീളുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ 2ആയി തിരിഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ ആവശ്യത്തിന് മുൻതൂക്കം നൽകുന്ന പ്രാർത്ഥന. ആമേൻ ആമേൻ. ഗോഡ്സ് നീഡ്. ആമേൻ. ദൈവമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലേക്ക്. Let thy name be glorified. നിന്റെ നാമം വിശുദ്ധീകരിക്കണം. Let thy kingdom come. നിന്റെ രാജ്യം വരണം. And let thy will. നിന്റെ ഇഷ്ടം. 3 കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. ഈ പ്രാർത്ഥന പഠിക്കാനിരിക്കുന്ന അഭിഷേകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു അഭിഷേകത്തിന്റെ പ്രാർത്ഥനയുടെ എന്നുമുള്ള മുൻതൂക്കം ദൈവത്തിന്റെ ആവശ്യത്തിനായിരിക്കും. അവന്റെ ശുശ്രൂഷയുടെ പരമപ്രധാന ലക്ഷ്യം ക്രിസ്തുവായിരിക്കും. പ്രാർത്ഥനയിൽ മുടച്ചു നിൽക്കുന്നത് ദൈവത്തിന്റെ ആവശ്യങ്ങളായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. അതാണ് പ്രാർത്ഥനയുടെ ആദ്യാവശ്യം. ശ്രദ്ധിക്കണേ, നിന്റെ നാമം വിശുദ്ധീകരിക്കും. ഞങ്ങൾ ഒരു സ്കെൽട്ടൺ പ്രസന്റേഷൻ പോലെ വാക്യത്തിന്റെ ഒരു വ്യാഖ്യാനം പറയും. Let thy name be glorified. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടും. ആമേൻ. ആരോടാണ് പറയുന്നത്? ദൈവത്തോട്. ആരാ പറയുന്നത്? പ്രാർത്ഥിക്കുന്നവൻ. പ്രാർത്ഥിക്കുന്നവൻ പറയുകയാണ്, കർത്താവേ, എന്നിലൂടെ അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ആമേൻ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു പരസ്യയോഗം, ഒരു കൺവെൻഷൻ, നിങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനാ സംഗമം, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ യോഗങ്ങളുടെ പരമപ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ പേര് നോട്ടീസ് വരിക എന്നുള്ളതല്ലോ, നമ്മുടെ പേര് പ്രശസ്തമാകുക എന്നുള്ളതല്ലോ. കാരണം ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്ന നടപടി ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടതിന്റെ പരമപ്രധാനപ്പെട്ട ലക്ഷ്യം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുക. ഈ ലോകത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കണം. നമ്മെ കാണുന്ന ആളുകൾ ക്രിസ്തുവിനെ അറിയണം. അവർക്ക് നമ്മിലൂടെ ആരെ വായിക്കണം? യേശുവിനെ വായിക്കണം. നിങ്ങൾ കേട്ടു ശുശ്രൂഷന്മാരല്ലേ വായനാശീലം, പരന്ന വായനാശീലമുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചരിത്രം തന്നെയാവാം. എങ്കിലും ആ വാക്യത്തോട് ചേർന്ന് ഞാൻ ആ സംഭവം പറയും. സ്വാമി സുന്ദർ സിംഗിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ആകർഷകനായ ഒരു സമ്പന്നനായ കോടീശ്വരൻ, ഒരു ശതകോടീശ്വരൻ അദ്ദേഹത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചു. മാസ്റ്റർ, നാളെ രാവിലെ 9 മണിക്ക് എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അവർക്ക് ഒരു പ്രത്യേക ടൈമിങ്. 9 മണി എന്ന് പറഞ്ഞാൽ 9, അത് 8:55. അല്ലാതെ 9 മണിക്ക് അന്നേരം മാവ് അച്ചാച്ചൻ ഇരിക്കും. മാസ്റ്റർ, അച്ചാച്ചൻ പാല് മേടിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പറയുന്ന അങ്ങോട്ട് ഒന്നും അവിടെ ഇല്ല. പറഞ്ഞ വീട്ടിൽ ചെന്നുള്ള സകല ലേഖക്കാരോട് എല്ലാവരും പറഞ്ഞു, നാളെ രാവിലെ 9 മണിക്ക് നമ്മുടെ വീട്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രസംഗകൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എല്ലാ ആളുകളും, ജോലിക്കാരടക്കം എല്ലാ ആളുകളും ടേബിളിലുണ്ടാവും. കൃത്യം 9 അവരെല്ലാം വന്ന് ടേബിളിൽ ഇരിക്കുക. കൃത്യം 9 കോളിംഗ് ബെൽ അടിച്ചു. ഈ മനുഷ്യൻ ചെന്ന് തന്റെ ബട്ട്ലറോട് പറഞ്ഞു, സാധു സുന്ദർ സിംഗ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രഭാഷകൻ ഉള്ളിൽ വന്ന് നിൽക്കുന്നു, വിളിച്ചുകൊണ്ട് വരാൻ. അവിടുത്തെ വീടുകളിലെ കൊട്ടാര സദൃശ്യമായി വീടുകൾ. ഈ സാധു സുന്ദർ സിംഗിന്റെ ഈ വിളിച്ചുകൊണ്ട് വരാനായിട്ട് വിട്ട ഈ വേലക്കാരൻ ചെന്ന് വാതിൽ തുറന്നിട്ട് പരിഭ്രാന്തനായിട്ട് അതൊരു വിളിച്ചകത്തേക്ക് ഓടിച്ചെന്ന് ടേബിളിൽ ഇരിക്കുന്ന തന്റെ യജമാനോട് പറഞ്ഞു, സർ, താങ്കൾ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നൊരു പ്രസംഗകൻ വാതിൽക്കൽ നിൽക്കുന്നു എന്നല്ലേ?
ഞാൻ ചെന്ന് വാതിൽ തുറന്നിട്ട് അവിടെ എനിക്ക് മറ്റാരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു വാതിൽക്കൽ നിൽക്കുന്നു. ജീസസ് ഈസ് സ്റ്റാൻഡിംഗ് അറ്റ് ദ ഡോർ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഇംഗ്ലണ്ടുകാരനായ വേലക്കാരന്റെ മനസ്സിലെ യേശു ക്രിസ്തു കാഷായ വേഷധാരിയായ താടി നീട്ടി വളർത്തിയ നഗ്നവാദനായ ഒരു മനുഷ്യനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യേശു ക്രിസ്തുവിന്റെ മുഖഭാവം സാധു സുന്ദർ സിംഗിന്റെ മുഖത്ത് വായിച്ചെടുത്ത വേലക്കാരൻ ഭയപ്പെട്ട് തിരിഞ്ഞോടി യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേരുകൊണ്ട്, നമ്മുടെ വീട് കൊണ്ട്, നമ്മുടെ ശുശ്രൂഷ കൊണ്ട്, നമ്മുടെ ഈ സഭ കൊണ്ട് ദൈവത്തിന്റെ നാമം സമൂഹത്തിൽ നമ്മുടെ ജീവിതം. നമ്മളിന്ന് ശുശ്രൂഷന്മാരെ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രദർശനം മര്യാദ മാനം ഓടിക്കാറുണ്ട്. ആദ്യമൊക്കെ എങ്ങനെയാണ് ശ്വാസത്തെ റോഡിൽ നടക്കുന്ന എങ്ങനെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഈ വല്ല പറഞ്ഞു ഞാൻ ആ തലശ്ശേരി പാലം മുതൽ ഈ IT ജംഗ്ഷൻ വരെ താണ്ടാൻ പറ്റ പാട് ഭയങ്കര പാട്. നമ്മളിങ്ങനെ ഇപ്പൊ അവിടെ ഒരു വിധത്തിലുള്ള ക്ഷേത്രങ്ങൾ ഭയങ്കര ഒന്നാമത് ഭയങ്കര ഹൈലി ട്രാഫിക് സിസ്റ്റം ഉള്ള ഒരു സ്ഥലമുണ്ട്. ഒരു കൺജക്ഷൻ ആയിട്ടുള്ള ഒരു ഏരിയ. ഈ എക്സിറ്റ് വലിയ പ്രതിസന്ധിയുള്ള ജംഗ്ഷൻ നമുക്ക് വലിയ പാടാണ്. ഞാൻ എറണാകുളത്തുള്ളത് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ഉച്ചയ്ക്ക് എന്നെ ഭക്ഷണത്തിനൊക്കെ കൊണ്ടുപോകാം. വാഹനം ഓടിക്കുന്നവരോടാണ് കൊണ്ടുപോകാം. അപ്പം ശുശ്രൂഷ നമ്മുടെ 2-3 കിലോമീറ്റർ അപ്പുറത്തെ വീട്ടിൽ അവരുടെ സെക്രട്ടറിയുടെ വീട്ടിലാണ്. ഞാനിങ്ങനെ അതൊക്കെ ബേസ് ചെയ്തിട്ട് ശുശ്രൂഷയുടെ ക്ഷീണം കൊണ്ട് ഞാനിങ്ങനെ ചില പുഷ്പാക്ക് സീറ്റാണ് ഇങ്ങനെ ചരിച്ചിട്ട് ഞാനിങ്ങനെ കിടക്കുക. വണ്ടി ഇങ്ങനെ വല്ലാതെ വെട്ടുന്നത് കണ്ടാണ് ഞാൻ ആ ഒരു പാതി മയക്കത്തിൽ ഉണർന്നത്. നോക്കിയപ്പോൾ തൊട്ട് മുമ്പിൽ സൈഡ് കൊടുക്കാതെ ഒരു കൊച്ചു പയ്യൻ ബൈക്കിങ്ങനെ പുള്ളി സൈഡ് കൊടുക്കില്ല. പുള്ളി പരമാവധി കയറി പോകാൻ നമുക്ക് ഓൺ അടിച്ചിട്ടൊന്നും ഇവ സൈഡ് കൊടുക്കില്ല. എല്ലാം MDMA ഡിഗ്രി എടുത്ത് പുള്ളികളല്ലേ സൈഡ് കൊടുക്കില്ല. അവനിങ്ങനെ തെറ്റി സൈഡ് കൊടുക്കും. ഒരു വിധത്തിൽ പുള്ളി ഇങ്ങനെ പരമാവധി ഒന്നും നോക്കുക. അപ്പൊ എനിക്കും ഇതന്നെ ഒരു പേടിയുമായി ഇതൊന്നും കൗതുകമായി പുള്ളി എന്തോ ഈ കാണിക്കുന്നത് എനിക്കും ഇങ്ങനെ നമ്മൾ ഒരു വളരെ വ്യക്തിപ്പെടുത്തുന്ന ഒരു വിധത്തിൽ നേരേക്ക് പുള്ളി ഫ്രണ്ട് കയറ്റി ബെൻസിക്കാൻ അങ്ങനെ എന്തൊരാണോ പുള്ളിയുടെ മുമ്പിൽ ഒരു വണ്ടി പോകുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല. അങ്ങനത്തെ ശുശ്രൂഷന്മാരെ ആളുകളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വിധത്തിൽ ഇടിച്ച് ഫ്രണ്ട് കയറ്റി. അപ്പൊ ഞാൻ വിചാരിച്ച രക്ഷപ്പെടുത്തു പോകല്ലോ. ഇല്ല, ഞാൻ നോക്കിയപ്പോൾ തീപ്പുള്ളി അടുത്ത് ഒതുക്കുക. അല്ല, ബൈക്കാരൻ്റെ പണി കൊടുക്കുക. ബൈക്കാരൻ്റെ കുടത്തോട്ട് ഒതുക്കി ബൈക്കുകാരനെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ അടുത്ത ക്ലാസ് കൂടി ഇങ്ങനെ നോക്കി പുള്ളി ആ ബൈക്കുകാരനെ ഒതുക്കി നോക്കിക്കൊണ്ട് അവനൊരു റബ്ബർകാരെ കയറിക്കൊണ്ട് ഒതുക്കി ഫ്രണ്ട് കയറ്റി അവനെ ഒതുക്കി കാലപ്പണി പിടിച്ച് അവൻ അപ്പുറത്ത് കയറി കഴിഞ്ഞിട്ട് അവൻ അവിടെ ചെന്ന് നിൽക്കുന്ന കണ്ണുകുട്ടി എന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മളെന്താ കളി പക്ഷെ അവിടെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് ബാഗ് ഒക്കെ എടുത്ത് കാറിന്റെ പുറകിൽ കൂടെ വന്നപ്പോഴത്തേക്ക് ഗ്ലാസ്സിൽ എഴുതി വെച്ചത് ഉണ്ടായിരുന്നു എന്റെ കൃപ നിനക്ക് മതി. ഇത് രണ്ടും കൂടെ ഒന്നുകൂടെ പൊരുത്തപ്പെടുത്തില്ല എനിക്ക്. അപ്പൊ രാശി പിടികിട്ടിയോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നാമം നമ്മുടെ ശുശ്രൂഷകളിലൂടെ വെളിപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളുടെ വിജയമില്ല. ശക്തസാധനം ഒരുത്തൻ പ്രാർത്ഥിക്കേണ്ടത്, മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനാ മുറികളിൽ വെളിപ്പെടുന്ന ആത്മാവേതാണെന്ന് അറിയാമോ? എന്റെ പ്രാർത്ഥനയും എന്റെ ജീവിതവും എന്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ ശുശ്രൂഷ അല്ല ഈ കഴുത്തറ്റ ഈ മണ്ണിൽ വീണുരുണ്ടാകും. യേശുവിന്റെ നാമം എന്നിലൂടെ വിജയമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ശുശ്രൂഷയുടെ വിജയം. നിന്റെ രാജ്യം വരിക. സമയത്തിന്റെ പരിധിയോട് ഞാൻ ഓടുക. നിന്റെ രാജ്യം വരിക. Let thy kingdom be. നിന്റെ രാജ്യം വരിക. ആമേൻ. ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ ദൈവം വെച്ച 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ശുശ്രൂഷകന്മാർ അറിയേണ്ട ഏറ്റവും വലിയൊരു മിസ്റ്ററിയാണ്. There are 2 institutions established by Jesus Christ. ക്രിസ്തു സ്ഥാപിച്ച 2 ഇൻസ്റ്റിറ്റ്യൂഷൻ. Number 1 church. Number 2 family. ആമേൻ. ഇത് രണ്ടും സക്സസ് അല്ലെങ്കിൽ ദൈവഭൂമാങ്കര. ആമേൻ. നമ്മൾ വിചാരിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന രാജ്യത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം അങ്ങനെയൊക്കെ നമ്മൾ വീണ്ടും പഠിച്ചിരിക്കുന്നു. പക്ഷെ അതല്ല, പ്രാർത്ഥിക്കുന്നവരിലൂടെയാണല്ലോ ഇത് വെളിപ്പെടുന്നത്. അതല്ലേ
പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുന്നതിലൂടെ എന്താ വെളിപ്പെടുന്നത്? ഫോർ എക്സാമ്പിൾ, ഈ ചർച്ച് ഇതൊരു ലോക്കൽ സഭയാണെന്ന് എനിക്കറിയാം. ഈ ലോക്കൽ സഭ ഈ നിഗിരം പർവ്വത പ്രദേശത്ത് നിൽക്കുന്നത് ഇവിടെയുള്ള ഒരു സങ്കേത നഗരത്തിന്റെ ആത്മാവോടെ പ്രവർത്തിക്കണം. വന്ന് കയറുന്നവർ എന്ത് ഫീൽ ചെയ്യണം? സ്വർഗരാജ്യം ഫീൽ ചെയ്യണം. ആമേൻ. 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 ഇവിടെ വന്ന് കയറുന്ന ഒരാൾക്ക് എന്ത് ഫീൽ ചെയ്യണം? ദൈവരാജ്യം ഫീൽ ചെയ്യണം. ദൈവരാജ്യം ഫീൽ ചെയ്യണം. ആമേൻ. അതിനെതിരെ ശക്തമായിട്ട് യാക്കോബ് പറയുന്നത് നിങ്ങൾ ഇവിടുത്തെ പൊന്മോനെ ധരിച്ചുകൊണ്ട് വരുമ്പോൾ അവരോട് ഇവിടെ ഇരിക്കുക എന്ന് പറയുകയും അതിന്റെ ഒരുത്തൻ ദരിദ്രനായി വരുമ്പോൾ അവരോട് വരിക, എന്റെ ഭാഗമിടത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ രഹിതമായി വിധിക്കുന്നവരല്ലയോ? ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷകന്മാർ സഭകളിൽ എല്ലാവർക്കും ഈക്വാലിറ്റി ആയിരിക്കും. ആമേൻ. സ്തോത്രം. വന്നു കയറുന്ന ഒരു ബലഹീന വിശ്വാസിക്ക് അവന്റെ ഹൃദയം മുറിയുന്ന നിലയിൽ ഇടപെടുന്ന ഒരു സഭ എന്നത് കേവല സംഘടനയാണ്. ആമേൻ. ഹല്ലേലൂയ. സഭയുടെ ആത്മാവുള്ളവൻ അതിനകത്ത് ദൈവരാജ്യം ഫീൽ ചെയ്യും. സ്തോത്രം. ഇവിടുത്തെ സംഘടന വളർത്താനല്ല, പകരം ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാനുള്ള ശുശ്രൂഷയാണ്. ആമേൻ. 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 യാക്കോബ് പറയുക, ഒരുത്തൻ വന്നിട്ട് വിശപ്പുള്ളവനായി വന്നിരിക്കുക. നിങ്ങൾ എന്നിട്ട് അവനോട് പറയുകയാണ്, ബ്രദർ പോയി വിശപ്പടക്കണം എന്ന് പറയുന്നതല്ല. അങ്ങനെ ആവശ്യമുള്ളത് കൊടുക്കുന്നില്ലെങ്കിൽ സഭ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മനസ്സിലായോ? അവൻ നഗ്നനായിട്ട് വന്നിരിക്കുന്ന നഗ്നൻ എന്ന പ്രയോഗത്തിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലാതെ അത് ശരീരത്തോട്ട് നമ്മുടെ ഈ ബനിയൻ പോലെ അല്ലെങ്കിൽ കുറ്റകുട്ടികളൊക്കെ പെറ്റിക്കൊണ്ടിടുന്നത് പോലെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരുതരം വസ്ത്രമാണത്. അത് ഒരുതരം നഗ്നതയാണ്. അത് മാത്രം ധരിച്ച് ആരും പുറത്തിറങ്ങാറില്ല. പക്ഷെ ഇപ്പോൾ സഭയിൽ വന്നവൻ എന്ത് മാത്രമേ ഉള്ളൂ? അവൻ അടിസ്ഥാനപരമായി അവന്റെ നഗ്നത മാത്രം പറയുന്ന ഒരു വസ്ത്രമേ ഉള്ളൂ. അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സംഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവൻ യോഗം നടക്കുന്നില്ല. ആ കാരണം പറഞ്ഞ് 7 യോഗം മുടക്കിയത്. അവന് യോഗത്തിന് വന്നിരിക്കുക. നല്ല തണുത്ത് പറഞ്ഞ സാഹചര്യത്തിൽ അവന് മേൽവസ്ത്രമില്ല, പുതപ്പില്ല, കമ്പിളിയില്ല. യഹൂദന്മാർ വസ്ത്രധാരണ ശൈലി തന്നെ പഠിക്കണം. അതിനകത്ത് മേൽപുതപ്പും മേൽവസ്ത്രങ്ങളും ഒക്കെ. അതുകൊണ്ട് അവന്റെ നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിപ്പിക്കുന്നവന് പുതപ്പും വിട്ടുകൊടുക്കാൻ പോകും. ഇതെല്ലാം തണുപ്പിന് ഇവൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവൻ അങ്ങനെ ഒരു വിന്റർ സീസൺ വന്നപ്പോൾ ഇവനും ഇവന്റെ കുടുംബത്തിനും ഈ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമില്ല. ക്ലാസ് നോക്കുമ്പോൾ ഇങ്ങനെ തണുപ്പ് അതിങ്ങനെ പല സഭയുടെ അൾട്ടിമേറ്റ് സഭയുടെ ഉപ്പാകണം. സഭ സമൂഹത്തിന്റെ ഉപ്പാകണം, വിളക്കാകണം. നമ്മുടെ സഭ സ്വർഗരാജ്യത്തിന് ഫീൽ കൊടുക്കണം. അവിടെ അതിനേക്കാൾ വരെ നാം കൊടുക്കും. നിങ്ങൾ തന്നപ്പോൾ ഒരു സ്വന്തം പറയുന്നില്ല.